വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. എല്ലാവർക്കും എന്താ പറയുക, സ്നേഹം നിറഞ്ഞൊരു നമസ്കാരം. എന്നുവെച്ചാൽ ഇന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് റെസിപ്പിയിലേക്ക് പോവുക. എന്നാ ഇത്ര വലിയ ആകാംക്ഷയായിട്ട് ഇത്രയും വലിയ റെസിപ്പി എന്നാ പറയാൻ പോകുന്നതെന്നല്ലേ? സംഭവം ഒന്നുമല്ല, നമ്മളെല്ലാ റെസ്റ്റോറൻറ്റിലും പോയി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. സംഭവം എന്നാന്ന് വെച്ചാൽ കടായി ചിക്കനാണ്. കടായി ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പം ഈ പറഞ്ഞ കടായി പനീർ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. പക്ഷേ ഇതെന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു നാടനും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു വ്യത്യാസമല്ലേ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയപ്പം സംഭവം എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തതാണ്. നാടനും ആവണം, എന്നാന്ന് വെച്ചിട്ട് നോർത്തും ആവണം, നമ്മുടെ കേരള ടേസ്റ്റ് വിട്ടുപോകാനും പാടില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ ചിക്കൻ പെരട്ട് പോലെ ഉണ്ടാക്കി കടായി ആക്കി മാറ്റിയെടുത്തു എന്ന് പറയാം, അല്ലെങ്കിൽ കടായിനെ ചിക്കൻ പെരട്ടാക്കി മാറ്റിയെടുത്തു എന്നൊക്കെ പറയില്ലേ. എന്ന് പറഞ്ഞ ഒരു പരീക്ഷണത്തിൽ കൂടെ ഒരു വലിയൊരു സ്ട്രഗിള് നടത്തി ഒന്ന് വിജയിച്ച ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ കടായി ചിക്കൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കടായി എന്തുവാ, ചീനച്ചട്ടിയാ, അതിനകത്തുണ്ടാക്കുന്ന ചിക്കൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മൾ ആദ്യം പേടിച്ചു പോകും, കടായി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് പേടിക്കണ്ട, അത് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ അത്രേ ഉള്ളൂ. പിന്നെ അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് വ്യത്യാസമാണ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ്. അങ്ങനെ ഒന്ന് പരീക്ഷിച്ചെടുത്ത ഒരു കടായി ചിക്കൻ എന്ന് പൂർണ്ണമായിട്ട് പറയാനൊക്കത്തില്ല. കുറച്ച് നമ്മുടെ ചിക്കൻ പെരട്ടും കൂടെ മിക്സ് ചെയ്താൽ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാ, അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന് വേണ്ടിയത് ഒരു 2 സവാള വലുതെടുത്തു, 1 കിലോ ചിക്കന് 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങാക്കൊത്ത്, അതായത് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പെരട്ടും കൂടെ മിക്സാ. ഇത് കുറച്ച് കസൂരി മേത്തി. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, എരിവ് കണക്കാക്കി. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, പക്ഷെ കുറച്ച് ഗ്രേവി അരയ്ക്കാനുണ്ട്, അതിനകത്തും പച്ചമുളക് വേണം. കുറച്ച് സോയാ സോസ്, കുറച്ച് ഗരം മസാല, ഇത് കുറച്ച് ടൊമാറ്റോ സോസ്, ഇഞ്ചി അരിഞ്ഞത്, അത് കുറച്ച് ഇത് ഇതിനകത്തിട്ട് വഴറ്റാനാണ്. അന്നേരം 1 ടീസ്പൂണോളം കണക്കാക്കിക്കോ. ഇത് പിന്നെ അറിയാലോ, മഞ്ഞൾപ്പൊടി. ഇത് ഇഞ്ചിയുടെ പേസ്റ്റാ, ഇത് ഞാൻ അരച്ചതല്ല, ഇത് മേടിച്ച പേസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാ. പിന്നെ ഉള്ളത് ഇത് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുരുമുളക് പൊടി, ഇത് നാരങ്ങ നീര, ഇതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ആയാലും മതി. ഇത് കറക്റ്റ് 1 കിലോ ചിക്കനാണ് മേടിച്ചേക്കുന്നത്. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് അരയ്ക്കാനുള്ള സാധനമാണ്. ഇത് കുറച്ച് 2 ടൊമാറ്റോ, ചെറിയ മീഡിയം സൈസ് 2 ടൊമാറ്റോ. പിന്നെ വേണ്ടിയത് ഗ്രാമ്പു, അതൊരു 3-4 എണ്ണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതേപോലെ ഒരു ടോട്ടൽ 4 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് അരയ്ക്കാനുള്ള 2 പച്ചമുളക്. ഇത് കുറച്ച് ഏലക്ക, അതും ഒരു 5 എണ്ണം മതിയാവും. ഇതൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കും. ഇത് ഓരോ ടീസ്പൂൺ വീതം കാണും. അത് എന്നാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ കൂടെ വേവിച്ച് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ വേവാനുള്ളത് ഒന്ന് വേവിക്കാൻ വെക്കാൻ പോവുക. കാര്യം എന്നാന്ന് വെച്ചാൽ അത് വെന്ത് ആറിയതിന് ശേഷമേ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, 2 തക്കാളി മുഴുവനോടെ ഇട്ടാൽ പറ്റത്തില്ല, അതിനെ ഒന്ന് കീറിയിടാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടിയത് ഒരു 2-3 ഗ്രാമ്പു, പിന്നെ ഉള്ളത് 2 പച്ചമുളക്, ഇത് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയുവാ. പിന്നെ വേണ്ടിയത് ഒരു 3-4 ഏലക്ക. ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിൽ ഇതൊന്ന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാലും മതി. ഞാനിപ്പോൾ ഒരു ഏകദേശം 1 കപ്പേ ഒഴിച്ചുള്ളൂ. കാര്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വെള്ളം കളയണ്ട, വേവുന്നതിൻ്റെ സത്ത് മുഴുവൻ ഉള്ളതാന്നേ. അന്നേരം പിന്നെ വെറുതെ നമ്മൾ എന്നത്തിനാ അതിൻ്റെ ആ സത്ത് കളയുന്നേ. ഇനി നെക്സ്റ്റ് ഇത് വേവുന്ന സമയം നമുക്ക് എന്നാ ചെയ്യണ്ടേ, നമ്മുടെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയത് ഫസ്റ്റ് ആദ്യം ഞാൻ ഈ ചിക്കൻ ഇതിനകത്തൊന്ന് ഇടുക. കുറച്ച് മുളക് പൊടി, ഇതൊക്കെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. കഴിയുന്നതും അത് തന്നെ എടുക്കണേ. കാര്യം എന്നാന്നോ, കുറച്ച് ഈ പറഞ്ഞ എരു മുന്നേ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫ്രഷ് ക്രീമാണ് ഇപ്പം ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി എന്നാന്നോ, അണ്ടിപ്പരിപ്പും കശകശയില്ലേ, അതായത് കസ്കസ്, മറ്റേ നമ്മുടെ ഗരം മസാലയ്ക്കകത്ത് ഉള്ള ഒരു വെള്ള പൊടി പോലത്തെ ഒരു സാധനമുണ്ട്, അതൊരു 2 ടീസ്പൂൺ അതും ഇട്ട് അണ്ടിപ്പരിപ്പും കൂടെ അരച്ചു വെക്കുകയോ
അല്ലെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ആവാം. ഇതേതായാലും കസകസ ചിക്കന് ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് രണ്ടും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഇത് ചെയ്യാം. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. ഈ കപ്പലണ്ടി എന്തെങ്കിലും ഒരു നട്ട്സ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പം അതുകൊണ്ട് അത് ഏതെങ്കിലും ഒന്ന് അരച്ചാൽ മതി. ഇനി ഞാനിത് മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന സാധനം എന്തൊക്കെയാണെന്ന് പറയാം. എന്തൊക്കെ തേച്ച് പിടിപ്പിക്കണം എന്ന് വെച്ചാൽ, കുറച്ച് മഞ്ഞപ്പൊടി വേണം. നമ്മുടെ ഒരു കണ്ണ് വേവാൻ വെച്ചതിനകത്തൂടെ ഒന്ന് വേണേ ഇച്ചിരി മഞ്ഞപ്പൊടി. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇടുക. ഇത് ഈ സമയത്ത് മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് വറക്കാനുള്ളതായതുകൊണ്ട് എൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ചാൽ അത് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ വറക്കുമ്പോഴത്തേക്ക് ഒരു ചുവപ്പ് നിറയില്ലേ, അതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. 1 കിലോ ചിക്കന് 1.5 ടീസ്പൂണാണ് കണക്ക്. പക്ഷെ ഇവിടെ ഞാനിത് മേടിച്ചതായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരയ്ക്കാനും ചേർക്കാനും ഉണ്ട്. അപ്പോൾ അത് നോക്കിയേച്ച് വേണം നമ്മൾ ചിക്കനിലോട്ട് ചേർക്കാൻ. ഇതിന് ബേസിക്കലി എൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് അത് കുറച്ച് ചേർത്തേച്ചാൽ മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർത്തു. ഇനി വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അതൊരു 1 ടീസ്പൂൺ കണക്കാക്കിക്കോ. ഇനി ഒരു ഇച്ചിരി നാരങ്ങാ നീര്, അത് 1 ടീസ്പൂൺ ടു 1.5 ടീസ്പൂൺ. ഇനി ഇതിന്റെ മെയിനായിട്ട് ഉപ്പ്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് പെരട്ടി ഉപ്പിടുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മേടിച്ചതായതുകൊണ്ട് അതിനകത്ത് ഉപ്പും വിനീഗറും നല്ലോണം ഉണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഇതിൻ്റെ പണി തേണ്ട ഏകദേശം ഇത് എന്താ പറയുക, ടൊമാറ്റോ ഒന്ന് വെന്തു എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ പച്ചയൊന്ന് മാറിയേച്ചാൽ മതി. കാര്യം പിന്നെ നമ്മൾ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വേവ് ഇനി മതിയായും. ഡയറക്റ്റായിട്ട് എന്നാൽ പിന്നെ ഇട്ടൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള പാടെന്നാന്നറിയാമോ? ഉള്ള സത്യം പറയാം, ഈ പറഞ്ഞ പോലെ ഒരു പച്ചച്ചൊവ്വ അതിന് മുന്നേ നിൽക്കുമല്ലേ, വെന്ത് കഴിയുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്. ഇതുണ്ടോ, ടൊമാറ്റോ ഒക്കെ നല്ലോണം ഒന്ന് വെന്തു. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റി വെച്ച് ഇത് ആറി കഴിയുമ്പം നല്ലതായിട്ട് ഈ വെള്ളത്തോടെ ചേർത്ത് തന്നെ അങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇനി വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഇതിനെല്ലാം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുക. ഇത് ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല, അങ്ങനെയൊക്കെ ഒരു ടെൻഷനില്ലേ. പക്ഷേ ഈ ചിക്കനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേരുമ്പോഴത്തേന് അതിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിനൊരു വേവലുണ്ട്, അപ്പോൾ അതിനൊക്കെ സമയം എടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഫസ്റ്റ് അപ്പോൾ ഈ ചിക്കനകത്ത് എല്ലാ മസാലയും പിടിച്ചില്ല, അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. പക്ഷെ എന്നാലും ചിക്കൻ പച്ചയ്ക്ക് വറുക്കുമ്പോഴത്തേക്ക് ഒരു സുഖമില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമുക്കൊരു ചിക്കനകത്ത് പിടിച്ചു എന്നുള്ളൊരു ഫീലിംഗ് എങ്കിലും വരുമല്ലോ. ഇനി ഇതിനകത്തോട്ട് ചിക്കൻ വറക്കാനുള്ള എണ്ണയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ അങ്ങനെയല്ല, ഇത്രയും ചിക്കൻ വറക്കണം. അതും ഷാലോ ഫ്രൈ ആണ്. നമ്മൾ ചിക്കൻ ഫ്രൈ വറുക്കുന്ന പോലെ വറുത്തെടുക്കരുത്. ഇതിന് ഒരുപാട് നേരമൊന്നും എടുക്കുകയല്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ബട്ടർ ഇടാൻ ആഗ്രഹമുള്ളവർക്ക് അതുകൂടി ഇടാവേ. എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഇട്ടാലേ ഇത് മുഴുവൻ വറുത്തെടുക്കാൻ ഒക്കുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഷാലോ ഫ്രൈ മതി. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചിക്കൻ ഒരു ഇച്ചിരി മൊരിഞ്ഞിട്ടുണ്ട്. ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി മൊരിഞ്ഞാൽ മതി. കാരണം ഒരുപാട് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ചിക്കൻ കുറച്ച് ഹാർഡാവും. അത് വേണ്ട. അത് എന്നാലേ സോഫ്റ്റ്നെസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു ഇതേണ്ടേ ഇപ്പം ഈ കാണാലോ, ആ ഒരു ചെറിയ മൊരിവ് നമ്മൾ തേച്ച് പിടിപ്പിച്ചേക്കുന്ന ആ ഒരു അരപ്പില്ലേ, അതങ്ങോട്ട് മൊരിഞ്ഞ് വെച്ചാൽ മതി. വേണ്ട, ഈ സൈഡൊക്കെ കണ്ടോ നല്ല മൊരിഞ്ഞു, അത് മതി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതും രണ്ടാമത് ഷാലോ ഫ്രൈ തന്നെ എടുക്കണേ. പക്ഷെ എന്നാ പ്രശ്നം എന്നറിയാവോ, ഈ നമ്മൾ പെട്ടെന്ന് ഷാലോ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേന്
ഇതിന് രണ്ട് വഴി എളുപ്പവഴിയുണ്ട്. ഒന്നാണെങ്കിൽ നമ്മളൊരു പരന്ന ഗ്രില്ലേലോ അല്ലെങ്കിൽ അങ്ങനത്തെ പാനിലോ ഒക്കെ ഇടുവാന്നേൽ പെട്ടെന്ന് ആയി കിട്ടാൻ എളുപ്പമാണ്. ഇതിപ്പോൾ ചീനച്ചട്ടിയല്ലേ, കടായി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാൻ വെച്ചിട്ട് ജോലി ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കടായി വെച്ചത്. അപ്പോൾ ഈ കുഴിവുള്ള പാത്രങ്ങൾ എത്തും തോറും അതിനകത്തുള്ള വാട്ടർ, അതായത് അതിനകത്തുള്ള ജലാംശം മുഴുവനും വേവുന്നതനുസരിച്ച് ഇറങ്ങാൻ തുടങ്ങും. അപ്പം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു സമയം എടുക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അത് മൊത്തം വറുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ ഒരുപാട് വറുത്തിട്ടില്ല, ഒരു ഷാലോ ഫ്രൈയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് അതേ എണ്ണയിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങ് ചേർക്കാൻ പോവുക. അതേപോലെ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ കടുകൊക്കെ ആർക്കെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സാണ്. അതുകൊണ്ട് എന്താ, നോർത്തും സൗത്തും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു കറി ആയതുകൊണ്ട് കടുക് ഇട്ടാൽ എന്താ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കടുക് ഇടാതിരുന്നാൽ നമുക്കൊരു ആ ഫ്ലേവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണ്ടേ തേങ്ങാ കൊത്തും കൂടെ ഇടുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തു വെച്ച 2 പച്ചമുളകും കൂടെ ചേർക്കുക. ഇത് നല്ലതായിട്ട് വഴന്ന് ഉള്ളിയൊക്കെ ഒന്ന് ഇച്ചിരി ബ്രൗൺ ആവണം. പെട്ടെന്ന് ബ്രൗൺ ആയെന്ന് തോന്നി എന്നാന്ന് തോന്നരുത്. കാര്യം നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിലോട്ടാ ഈ ഉള്ളിയെല്ലാം ഇട്ട്. അതേപോലെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലായിരുന്നോ തക്കാളി എല്ലാം കൂടെ, അത് ഞാൻ മിക്സിയിലിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. അതെൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വഴന്ന് വരാതെ എനിക്കത് ചേർക്കാനും ഒക്കത്തില്ല. നല്ലതായിട്ട് വഴന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞു പൊടിയായിട്ട് അരിയുമ്പോഴത്തേന് വേഗം ആയിക്കോളും. അതിനേക്കാട്ടും എളുപ്പം ഒരു ഇച്ചിരി ഉപ്പിട്ടാവുകയല്ലേ അല്ലേ. ഇതിനകത്ത് കറിവേപ്പില അല്ല ആദ്യം ഇടുന്നത്, ഇതിനകത്ത് മല്ലിയിലയാണ് കൂടുതൽ. ഇനിയിപ്പോൾ കറിവേപ്പില ഇട്ടാ എന്നാ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇട്ടോ, കറിവേപ്പില നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റിയേ. ഒരു ഇച്ചിരും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. ഇതിനകത്തോട്ട് വേണ്ട ഞാൻ ഈ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് ഒഴിക്കുക. ഓക്കെ, ഇനി ആ എണ്ണ തെളിഞ്ഞു തുടങ്ങുന്നത്. ആദ്യം ഞാൻ ഇട്ട പുറകെ എണ്ണ ഇങ്ങനെ മേലോട്ട് വന്നായിരുന്നു, പക്ഷെ അത് നമ്മൾ ആ അടി കിടക്കുന്ന എണ്ണ മുകളിലോട്ട് വരുന്നതാ. പക്ഷെ അങ്ങനെയല്ല, ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ അരപ്പെല്ലാം കൂടെ ചേർന്നേച്ച് ഇനി തെളിയുന്ന എണ്ണയാ കറക്റ്റ്. ഈ എണ്ണ തെളിഞ്ഞു കഴിയുമ്പോഴാ അടുത്തത് നമ്മൾ ചേർക്കാനുള്ള പൊടികള്, സോസ് ഇതെല്ലാം ഉണ്ടല്ലോ അന്നേരം ചേർക്കാനുള്ളതാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ കുറച്ച് പൊടികളെല്ലാം ചേർക്കണം. അതിൻ്റെ കൂടെ സോസും ചേർക്കണം. മഞ്ഞപ്പൊടി നമ്മൾ ചിക്കനെ ചേർത്തായിരുന്നു, പക്ഷെ എന്നാലും ഒരു ഇച്ചിരിയും കൂടെ ചേർക്കുക. ഞാൻ ഒത്തിരി ഇടുന്നില്ല, ഇച്ചിരി. കുറച്ച് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇടാം. കാശ്മീരി മുളക് പൊടിയാ, അതൊരു 2 ടീസ്പൂൺ. ഇതാകുമ്പോൾ കറിക്കൊരു കുറച്ച് കൊഴുപ്പ് കിട്ടും, എരിവ് കാണുവേല. ഇനിയാന്നു ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചി, ഞാൻ എണ്ണയിലോട്ട് തന്നെ ഇടുവാണേ, അതൊരു ഇച്ചിരി വഴന്ന് കിട്ടുകയും ചെയ്യുമല്ലോ. ഓക്കെ, ഇനി അടുത്ത് ചേർക്കാനുള്ള എന്നാന്നറിയോ, സോസ്. അത് ഒരുപാട് വേണ്ട, ഒരു ടീസ്പൂണോളം നമുക്ക് ടൊമാറ്റോ സോസും, ഒരു സോയാ സോസ്. ഇത് കുറച്ച് ഡാർക്ക് സോയാ സോസാണ്, അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് മതി. ഇതും ആ പൊടിയും എല്ലാം കൂടെ ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് കരിഞ്ഞു പോവാതെ അതിൻ്റെ ഒരു പച്ചച്ചൊവ മാറുന്നിടം വരെ ഒന്ന് നല്ലതായിട്ട് മൂപ്പിക്കുക. എന്തായാലും നമ്മളെ പൊടിയൊന്ന് വേവണം. ചിക്കനിലെ വെള്ളം മുഴുവൻ ഊറിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇതൊന്ന് വേവാനായിട്ടേ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ചീനച്ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ടുണ്ടല്ലോ അത് പെട്ടെന്ന് അങ്ങ് പറ്റി പോവുക. അന്നേരം ഒരു ഇച്ചിരി കൂടെ ഒഴിച്ചു. അതായത് ആ പച്ചച്ചൊവ നമ്മൾ ചേർത്ത പൊടിക്കും സോസും എല്ലാം ഒന്നും ഒത്തുചേരണ്ടായോ. അന്നേരം അതിനായിട്ട് ഒരു ചേരാൻ വേണ്ടി കുറച്ചൊരു വെള്ളം ഒഴിച്ചു. എന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പൊടിയൊന്ന് വേവും,
മാത്രമല്ല ആ പൊടിയുടെ ഒരു മൂപ്പ് എല്ലാം കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മുളക് പൊടിയുടെ ഒരു കുത്തൽ, ആ പച്ചച്ചോവ നല്ലോണം ഉണ്ടാവും. ഇതൊരു ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പണിയാ. അത് ഏറ്റവും എളുപ്പത്തിൽ പണി ചെയ്യാൻ പറ്റുന്ന എന്നതാന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് ചെയ്യുന്നത് കുറച്ച് പണിയാണ്. അതൊരു പരീക്ഷണമല്ലായിരുന്നോ? അന്നേരം അതിന് ഇച്ചിരി എല്ലാം ചേരാതെ ഒക്കുകയില്ല. അന്നേരം പിന്നെ ഇച്ചിരി നേരം എടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് വല്ല ഡിന്നറിനോ അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഇത് കറി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ചപ്പാത്തിക്കും ഉച്ചയ്ക്കത്തെ ചോറിനും എല്ലാം എടുക്കാം. ഇതേണ്ടേ ഇനിയിപ്പോൾ ഇതേണ്ടേ ഇതിൻ്റെ എണ്ണ, നമ്മൾ ഒഴിച്ച എണ്ണ തെളിയാൻ തുടങ്ങുക. ഒരു ഇച്ചിരി സമയം കൂടെ എടുക്കും. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കുവാന്നേൽ പെട്ടെന്നാവും. നമുക്ക് ആ മണം വരുമ്പോൾ അറിയാം മുളക് പൊടിയുടെ ഒരു പച്ചച്ചോവ ഉണ്ട് ഇതിന് ബേസിക്കലി. അതൊന്നും മാറുകയല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കനേലും എല്ലാം ഒരു ചൊവ ത്രൂ ഔട്ട് ഉണ്ടാവും. ഉപ്പ് നമ്മൾ അരപ്പിലധികം ഇട്ടിട്ടില്ല. എന്നാന്ന് വെച്ചാൽ ചിക്കനെ ചേർത്തിട്ടുണ്ട്, ഉള്ളി വഴറ്റാനായിട്ടും ചേർത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തപ്പോൾ അതിനകത്ത് ഉപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് നോക്കിയേച്ച് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയേ. ഇനി വെള്ളം ഇത്രയും പോരാ, കുറച്ചുകൂടെ വേണം. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മേത്തി. ചിക്കൻ മുഴുവൻ വേവും ആയിട്ടില്ല. അപ്പം ഇനി ബാക്കി ഈ അരപ്പിനകത്ത് ആ ചിക്കൻ വേവും വേണം. അപ്പം എന്നാന്ന് വെച്ചാൽ അതേ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ഞാൻ എടുത്ത് അങ്ങ് ഇടുവല്ല. എൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുക. അന്നേരം ഇനി ഒരുപാട് നേരം ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിച്ചാൽ എണ്ണ എടുക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഈ വറുത്ത ചിക്കൻ ആ ജ്യൂസോടുകൂടി ആ എണ്ണയോടുകൂടി തന്നെ ഈ അരപ്പിലോട്ട് അങ്ങ് ചേർക്കും. ഓക്കെ, ഇപ്പം ഞാൻ ആ ജ്യൂസോടുകൂടി ചേർത്തു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എന്നാന്നറിയോ, അതിൻ്റെ ഒരു നിറം കണ്ടോ, നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ചേർത്തോണ്ടാണ് എരിവ് എന്നാൽ കാണത്തുമില്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇച്ചിരി കുറച്ച് വെച്ച് ഇതിനകത്ത് ഗരം മസാല എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടത് എന്നതാ 2 ഗ്രാമ്പൂ 2 ഏലക്കേ ഉള്ളൂ. പക്ഷെ അത് പോരാ, ഇറച്ചിക്കായ ഒരു ഇച്ചിരി മസാല വേണം. അന്നേരം ഒരു ഇച്ചിരി മസാല, അതായത് ഇതൊരു 1/2 ടീസ്പൂൺ എൻ്റെ അളവുണ്ടാവുള്ളൂ. ഇതെന്നാ ടീസ്പൂൺ കണക്കൊന്നും ഇടാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കൈവാക്കാണ് ഇഷ്ടം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി. എരിവ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതും ഒരു 1/2 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. തീ ഒന്ന് നല്ലതായിട്ട് കുറച്ച് വെച്ച് ഇനി ചേർക്കാൻ പോകുന്നത് ആണ് ഫ്രഷ് ക്രീം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല അണ്ടിപ്പരിപ്പും കശകശയും കൂടെ അരച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുക. എൻ്റെ ഫ്രിഡ്ജിൽ ഇപ്പം ഫ്രഷ് ക്രീം ആയിരുന്നേ, അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുക. കണ്ടോ, ഇത് എന്നാലും ഞാൻ പറഞ്ഞില്ലേ പെരണ്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഇത് വേവണം. ആക്ച്വലി ചിക്കനും മീനും ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെതായ വെള്ളം ഊറിയിട്ട് വേവുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ നമ്മൾ ആദ്യം ഇത് വറുത്തോണ്ടാണ് അതിൻ്റെ വെള്ളം നമുക്ക് കിട്ടാതെ പോയത്. അതുകൊണ്ട് ചിക്കനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. അത് ഇച്ചിരി 3/4 പോലും വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. അതിന് വേവാനുള്ള ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കണ്ടായോ, അതിന് വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണയും അരപ്പും എല്ലാം ഈ ചിക്കനയിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കണം. ഇത്രയും മെനക്കെട്ട് ഇത്രയും നല്ലതായിട്ട് കണ്ടുപിടിച്ചൊക്കെ ഇത്രയും നല്ലൊരു ചിക്കൻ വെക്കാൻ എന്നാ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ആരാന്നറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതുമാത്രമല്ല, എന്താ പറയുക, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സാണ് അവർ. അവരുമായിട്ട് നമുക്ക് ഡൈനിങ്. നമസ്തേ, ഹാർട്ടി വെൽക്കം. അയ്യോ ഷായിച്ചോട്ട് എന്തൊരുപ മസിൽ പിടുത്താ നോക്ക്. ആദ്യം കണ്ട ഷായിച്ചോട്ടിനെ പോലെ ആണോ ഇപ്പം? അല്ല, നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? ആ മൂക്കില്ല രാജ്യത്തെ മുറുമുഖ രാജാവ്, അതിനകത്തുണ്ടല്ലോ ചാന്ദിനെ അറിയണോ? ആദ്യമായിട്ട് ഞാൻ ഷായിച്ചോട്ടിനെ കാണുവാന്നേ. അന്നേരം എന്നോട് ഒരാൾ വന്ന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ അറിയോ? മോഹൻലാലിനെ കണ്ണു എന്നെ കാണിച്ചു തരാം. പിന്നെ അത് നിപ്പൊക്കെ പിന്നെ അത് തന്നെ വർത്താനം പിന്നെ അങ്ങനെയാ. പിന്നെ അന്നത്തെ ആ സമയത്തൊക്കെ ഷായിച്ചോട്ട് വരുന്ന സമയത്ത് ശരിക്കും ഒരു മോഹൻലാലിന് നല്ലൊരു ഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ ജീവിതം അത് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അന്ന് സ്റ്റേജിൽ കയറുക, സ്റ്റേജിൽ കയറുക, ഫുൾ ടൈം അത് തന്നെയാണല്ലോ. സത്യം. അത് കഴിഞ്ഞ പിന്നെ കാണുന്നത്
എനിക്ക് തോന്നുന്നു നമ്മൾ ഈയിടെ സുരേഷ് ചേട്ടന്റെ മോടെ കല്യാണത്തിന് ഗുരുവായൂർ വെച്ച് പിന്നെയാണ് നിങ്ങളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല എന്നുള്ളൊരു കാര്യം സന്തോഷം. അതിന്റെ കാര്യം ആരെ വിളിക്കോ വിളിക്കാതിരിക്കോ അത് എന്റെ വിഷയമേ അല്ല. എന്നെ വിളിച്ചില്ല, എന്നെയും എന്റെ കുടുംബത്തെയും വിളിച്ചില്ല, അതിനുള്ള പ്രതിഷേധം വേറെ. അത് പോട്ടെ, ഞങ്ങൾ ക്ഷമിച്ചു. ഞങ്ങൾ വിളിക്കേണ്ട കല്യാണം ആയിരുന്നില്ലല്ലോ, മിണ്ടരുത്. ഞങ്ങളുടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിളിച്ചോടെയല്ലേ അന്നും പറഞ്ഞ് നിങ്ങൾ പിന്നെ റിസപ്ഷൻ നടത്തിയില്ലേ? റിസപ്ഷൻ ഇല്ല, റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബസംഗമായിരുന്നു. ഭാര്യ അവിടെ സമ്മതിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ 10 പേര് അറിയില്ലല്ലോ. റിസപ്ഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അതും ഇല്ലായിരുന്നു. അതുകൊണ്ട് ന്യായമില്ല. അവിടെ നിൽക്കട്ടെ, വിശേഷം പറഞ്ഞു. നല്ല സുഖം, 2 മക്കള്, 2 പെൺകുട്ടികള്. മൂത്താള് ഇപ്പൊ MSc കഴിഞ്ഞ് ജോലിയല്ല, MSc പ്ലേസ്മെന്റ് ആയി ഇപ്പൊ അവർക്ക്. അവിടെ തന്നെ ബാംഗ്ലൂരായിരുന്നു. ചെറിയ ആള് 8th. എന്റെ അപ്പ നാണക്കേടാ കേട്ടോ, അപ്പൊന്നും അറിയാൻ മേലെന്ന് പറയുന്നത്. 8th കഷ്ടമുണ്ട്. ഇനി 9th അടുത്ത സംഭവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന അവരാരാ തോറ്റു തരുന്ന ചാനലിൽ സത്യമല്ലേ? ഓക്കെ, വിശേഷം എല്ലാം അവിടെ നിൽക്കട്ടെ. അതിനെക്കാട്ടിലും വലിയൊരു വിശേഷം ചോദിക്കട്ടെ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക്, അതിനെക്കാട്ടിലും ഒരു ആരാധിക എന്ന നിലയ്ക്ക് എനിക്ക് അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യം, അമിതാഭ് ബച്ചൻ സാറുമായിട്ട് അഭിനയിച്ചു എങ്ങനെയായിരുന്നു? ഞാൻ അഭിനയിച്ചു, അതൊരു വലിയ മഹാഭാഗ്യം, ഭാഗ്യം പോരല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പോകുമ്പോഴേ പറഞ്ഞു, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ജീവിതത്തിൽ ഒരു ചാൻസേ ഉണ്ടാവുള്ളൂ, അദ്ദേഹത്തെ പോലെ ലെജൻഡ് കൂടെ അഭിനയിക്കാൻ കിട്ടിയൊരു അവസരം. അപ്പോൾ ആ ഒരു അവസരത്തിൽ ടെൻഷൻ അടിച്ച് വിറങ്ങലിച്ച് നിൽക്കരുത്. അദ്ദേഹത്തിന് മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ അതുപോലെ ആയിരിക്കണം, അയാൾ ചിന്തിക്കണം, ഇതാരോ മെടുക്കനാണല്ലോ, ചിന്തിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓൾറെഡി സെറ്റായത്. അവിടെ പോയപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ മഞ്ജു വാര്യരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടെന്നുള്ള ധൈര്യമുണ്ട്. ഒരു ടൈം ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റോയൽ വണ്ടിയിൽ ഒരു 11 മണിയാകുമ്പോൾ അദ്ദേഹം വരുമ്പോഴേക്കും ഒരു സിംഹമൊക്കെ വരുന്ന പോലെ ഭയങ്കര ഓറ. അദ്ദേഹം ജയ ബച്ചൻ 2 പേര് വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും തിരിച്ച് കയറാനുള്ള പിന്നെ പുള്ളി പോവില്ല. പിന്നെ അവിടെ തന്നെ കസേരയിട്ട് അവിടെ ഇരിക്കും, ബുക്സ് ഒന്നും വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് ആരെങ്കിലും 2 പേര് കൂടെ ഉണ്ടാകും, ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി. മെസ്സേജുകൾക്കെല്ലാം അദ്ദേഹം തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതും, ഇതെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹം തന്നെ ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റിൽസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശബ്ദം കേൾക്കുന്ന ഇഷ്ടമല്ല, ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച പാട്ടുകൾ ഇട്ട് കൊടുക്കും. അപ്പോൾ പാട്ടുകളുടെ സമയത്ത് പുള്ളി ഓരോ എക്സ്പ്രഷൻസ് ആയിട്ട് ചെയ്യും, അതാണ് സ്റ്റിൽ എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ട ഒരു വ്യത്യാസം തന്നെ. പിന്നെ എല്ലാവരോടും വളരെ നന്നായിട്ട് തന്നെയാണ് പറയുമ്പോൾ സീരിയസ്നെസ് ഉണ്ടെങ്കിലും കുട്ടികളെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതൊക്കെ എല്ലാവരോടും. അത് ശരി. ആ സെറ്റിലൊക്കെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ആ പുള്ളി അഭിനയിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മളോടൊക്കെ നല്ലതായിട്ട് മിങ്കിൾ ചെയ്യും. സീരിയസ് ആയിട്ടായിരിക്കും, ചിരിക്കും, അങ്ങനെ വളരെ കുറച്ച് അങ്ങനെയല്ല. പക്ഷെ അയാൾ വളരെതായിട്ട് ചോദിക്കും, നമ്മളടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും. എന്റെ മലയാളം കറക്റ്റ് ആണോ എന്നാണ് എന്നോട് ആദ്യം ഞാൻ ചോദിച്ചത്. നല്ലതായിട്ട് പറയുന്നുണ്ടോ? അല്ല, അദ്ദേഹം പറയുന്ന അപ്പൊ അദ്ദേഹം നമ്മളാകെ മലയാളം അല്ല ഹിന്ദി അല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക. ഞാൻ മറന്നിട്ട് ഏത് ലാംഗ്വേജ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഡയലോഗ് കുറച്ച് ലെങ്ത്, ഒരു ചെറിയ ലെങ്ത് ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് ബാങ്കിന്റെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യം. അപ്പോൾ മഞ്ജു വാര്യരുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് പറയണം. എൻ്റെ ചേട്ടാ, ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഞാനിപ്പോൾ 3ാമത്തെ വർക്കാണ്, പക്ഷെ ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം കാണുമ്പോൾ ഒരു ഭയം ഉണ്ടാവും, അദ്ദേഹത്തിന്റെ നിപ്പും കാര്യങ്ങളും ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ഇതിലല്ലേ ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. കാണുമ്പോൾ ശരിക്കും ഫീൽ. പിന്നെ നോട്ടങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശബ്ദവും എല്ലാം കൂടെ ആയിട്ട് നമുക്ക്. അല്ല, ആക്ച്വലി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പുള്ളി ആക്ച്വലി നമ്മൾ പല വർക്ക്സ് കാണുമ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ഫ്രീ ആയിട്ടും ഒക്കെ മിങ്കിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടേക്കുന്നത്. അതേപോലെ ആണോ പുള്ളി സെറ്റിൽ, അതോ കുറച്ച് സീരിയസ് ആണോ? നമുക്കിപ്പം സപ്പോസ് ഒരു മിണ്ടാൻ തോന്നുക എന്ന് വിചാരിച്ചോളൂ, സെറ്റിൽ ഇപ്പം അമിതാഭ് ജി അവിടെ ഇരിക്കുക, നമുക്കൊന്ന് പോയി മിണ്ടണം തോന്നുന്നു. ആസ് ആൻ ആർട്ടിസ്റ്റ് പോയി മിണ്ടണം തോന്നുവാണെങ്കിൽ പുള്ളിയോട് മിണ്ടാൻ നോക്കുകയല്ലേ? അത് മിണ്ടാം, പക്ഷെ നമുക്ക് മിണ്ടാൻ തോന്നില്ല, നമുക്കൊരു ഭയം. ദൂരെ നിൽക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും. അത് പുള്ളി വളരെ സിമ്പിൾ. അത് കഴിഞ്ഞ ശേഷം 2ാമത്തെ ആടിനെ എന്നെ വിളിച്ചു, കല്യാണിൻ്റെ കുറേ 5 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ ബച്ചൻ സാറ്, നാഗാർജുന, പ്രഭു സാറ്, അതുകൊണ്ട് എല്ലാവരും. അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു കോമഡി പറഞ്ഞിട്ട്,
ഞാൻ ഭയങ്കര എക്സൈറ്റഡാ ശരിക്കും പറഞ്ഞാൽ ഷാഡിന് ഈ ഷൂട്ടിങ്ങിന് പോകുമ്പോഴേ. അപ്പോൾ ഈ പടത്തിന്റെ ഇതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഷാഡ് ആരൊക്കെ ഉണ്ട്, ഇത്രയും ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ പറഞ്ഞു ജയ ബച്ചൻ ഉണ്ട്, അമിതാഭ് ബച്ചൻ സാറുണ്ട്, പിന്നെ ഒരു ലേഡി മഞ്ജു ഉണ്ട് ഓൾറെഡി പറഞ്ഞു, ഒരു ലേഡി ഉണ്ട്, ആരാന്ന് എനിക്കറിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് പറയും ആരാ നോക്ക് ഷാഡ്, അല്ല എനിക്ക് മനസ്സിലായി ആരാണാവുന്നേരം നിങ്ങളത്തിൽ പറഞ്ഞു. ഞാൻ ഒന്ന് ഫോട്ടോ എടുത്ത് മുമ്പ് കത്രീന കൈഫ് ആണ്. ഇവരെ മേക്കപ്പില് വരുന്നതല്ല, അവര് വരുന്നതെന്ന് വെച്ചാൽ സാധാരണ ഒരു ചെറിയ പെൺകുട്ടി വരുന്ന പോലെ അങ്ങ് വന്ന ഒരു കറക്റ്റ് മേക്കപ്പിലല്ല. കൂടെ വരുന്നതൊക്കെ ഇംഗ്ലീഷ് മറ്റേ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സാണ്, എല്ലാം ടാറ്റു ഒക്കെ ചെയ്ത് കുറെ ആൾക്കാർ, അവരെ കണ്ട് കഴിഞ്ഞാൽ ആക്ടേഴ്സ് ബോഡി ഗാർഡ്സ്. പക്ഷെ ഇവര് റേഞ്ച് റോവറിൽ അവർ വന്ന് ഇറങ്ങുന്നു, ഒരു ലേഡി വന്നിരിക്കുന്നു. അപ്പം ഞാൻ മോഡൽസ് പലരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ ഫോട്ടോ അയച്ചു. ഞാൻ അറിയില്ല ഏതൊരു പെണ്ണാണെന്ന് ഞാൻ നോക്കട്ടെ. നമുക്കെല്ലാം ഗുണമെന്ന് വെച്ചാൽ ഇത്രയും പേര് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ 5 ദിവസത്തെ ഷൂട്ടിങ് ഒരുമിച്ചുണ്ട്. അപ്പൊ അതിനകത്ത് ബച്ചൻ സാറും ഞാൻ അതിനകത്ത് കുറച്ച് ചെറിയ അതുപോലെ പ്രാധാന്യമുള്ളതായിരുന്നില്ല, പക്ഷെ എന്നാലും ഇവരുടെ കൂടെ പല ലാംഗ്വേജിലും അഭിനയിച്ചു. ബച്ചൻ സാറും ജയ ബച്ചനും ഈ ഗ്യാങ് എല്ലാം കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബച്ചൻ സാറിന്റെ പഴയ ഡാൻസ് ഇല്ലേ, എന്റെ കൂടെ നമ്മളെല്ലാവരും ഡാൻസ് ചെയ്യുന്നുള്ളതായിരുന്നു. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ, അതും ഇത്രയും ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരുമിച്ച് നമുക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. വെദർ ഇറ്റ് ഇസ് ബിഗ് ഓർ സ്മോൾ അല്ലേ, ഇത്രയും പേരോട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ പറ്റും പറ്റത്തില്ല. പക്ഷെ അത് ഭയങ്കര രസം. അത് മാത്രമല്ല, ഞങ്ങള് ഒരു ശ്രീലങ്കൻ ട്രിപ്പ് പോയപ്പോൾ അവിടെയാണ് ഷാഡിന് കോള് വരുന്നത്, ഇങ്ങനെ ഒരു ആഡ് ചെയ്യണം, ആരാന്നില്ല ഏതായാലും ഒന്നും പറഞ്ഞിട്ടില്ല, നാട്ടിൽ വരുമ്പോൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആഡിന്റെ വർക്കിനെ വിളിച്ചിരിക്കുകയാണ്. എന്നാലും അവിടെ വന്ന് ബോംബെയിലാണ് ഷൂട്ട്, ഇത് ഇന്ന ആഡ് എന്നും പറഞ്ഞു. പക്ഷെ ആർട്ടിസ്റ്റ് ഒന്നും പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ബച്ചൻ സാറാണ് കോമ്പിനേഷൻ ഉറപ്പിക്കണ്ടല്ലോ, പുള്ളിക്കാരുടെ ഒരു അവസ്ഥ കാണണമായിരുന്നു. ശരിക്കും പേടിച്ചു എന്ന് വെച്ചാല് വേറെ ആരുമില്ല, നിങ്ങൾ 3 പേരേ ഉള്ളൂ, മഞ്ജു ഉണ്ട്, ബച്ചൻ സാറുണ്ട്, ഷാഡിനുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞ ഷാഡ് പെൺകുട്ടിയാ. അപ്പൊ പെൺകുട്ടി വന്നപ്പോ ഹൈറ്റ് കുറവായതുകൊണ്ട് പെൺകുട്ടി ഇങ്ങനെ ക്ലാപ്പ് എത്തുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഞാൻ ബാങ്ക് മാനേജറായിട്ട്. ഞാൻ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ബച്ചൻ സാറ് പ്രശ്നം പറയാം. അപ്പോൾ ഈ കുട്ടി ക്ലാപ്പ് വെച്ചിട്ട് എത്തുന്നില്ല. അപ്പോൾ ബച്ചൻ സാറ് പറഞ്ഞു ക്ലാപ്പ് തരാൻ വേണ്ടിട്ട്. ബച്ചൻ സാറാണ് ക്ലാപ്പ് വെച്ചിട്ട് ഞാനൊന്നും കിടക്കി. എന്നിട്ട് പക്ഷെ നന്നായിരുന്നു, നല്ല. പക്ഷെ പുള്ളി എനിക്ക് അത് ആ ഒരു പുള്ളി വെക്കുന്നൊന്നും അങ്ങനെയല്ല, നമ്മുടെ വർക്കിന്റെ ഇടയിൽ കാണുന്ന നമ്മളുടെ ഒരു സ്വപ്നം. എപ്പോഴെങ്കിലും പേഴ്സണൽ സംസാരിച്ചോ? സെക്കൻഡ് ഇത് വന്നു കഴിഞ്ഞപ്പോ പുള്ളി ഇത് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രഭു സാറാണ് പുള്ളി പറഞ്ഞത്. പ്രഭു സാറ് ഞാനോട് ഭയങ്കര കമ്പനിയായി. അപ്പൊ സാറ് പറഞ്ഞു അറിയില്ല, കേരളത്തിൽ ഇങ്ങനെയാണ് മിമിക്രി ഒക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പൊ കുറച്ചു നേരം സംസാരിച്ച് പുള്ളി വിളിച്ച് ഫോട്ടോ എടുത്ത് ഞാനും ജയ ബച്ചനും ബച്ചൻ സാറും കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് വീട്ടിലിപ്പോഴും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ചായ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്ലസ് ഉണ്ട് അല്ലേ, മൈനസ് മൈനസും ഉണ്ട്. ശരിക്കും മൈനസുകൾ എപ്പോഴും നമ്മൾ ഇതിന്റെ പേരിൽ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ക്യാരക്ടർ റോൾസും മാറ്റി നിർത്താന്ന് വെച്ചാൽ മിമിക്രിയാണ്. അത് അയാൾ മോഹൻലാലിന്റെ ഇത് മാനറിസം കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾക്ക് അത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് അതൊന്നും മാറ്റണം, ഇല്ല നിങ്ങൾ ഇതാവില്ല അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ വന്നത് അതുകൊണ്ടായിരുന്നു തുടക്കത്തില്. ആക്ച്വലി ഷാഹിജയുടെ ഇതിലേക്ക് വരുമ്പോഴേ, ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ ഷാഹിജേട്ടന് ശരിക്കും ആ ഒരു ഫേസ് ഉണ്ടെന്നും ആ ഒരു മാനറിസം ഉണ്ടെന്നും ഷാഹിജേട്ടന് ശരിക്കും അതൊരു പ്ലസ് ആയിട്ടല്ലേ ഫീൽ ചെയ്തായിരുന്നു. കാരണം വെച്ചാൽ അല്ലാതെ എനിക്ക് സിനിമയിലേക്ക് വഴിയില്ല. അന്ന് മിമിക്രി എന്ന് പറയുന്ന സിനിമയിലേക്കുള്ള ഒരു പാസ്പോർട്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ വണ്ടി കയറുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ജനങ്ങളുടെ ആരാധന നിൽക്കുമ്പോൾ അതിൻ്റെ ഒരംശം നമുക്ക് വരുമായിരുന്നു. സ്റ്റേജുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സിനിമയിൽ വരുമ്പോൾ അതേപോലെ റെസ്പോൺസ് ഉണ്ടായി. രണ്ടാമത്തെ സിനിമയൊക്കെ മിമിക്രി സിനിമകളായിരുന്നു. അന്നത്തെ ന്യൂജൻ സിനിമ മിമിക്രി സിനിമകളായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ നായകന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ 4 പേര് 5 പേര്, ഞാൻ ആദിർഷ കോട്ടൻ, സരീന്ദ്രൻ സേട്ടൻ, അങ്ങനെ ഒരു ഗ്രൂപ്പിലായിരിക്കും. ഫസ്റ്റ് സലിംകുമാർ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ബാച്ചിൽ വരുമ്പോൾ അന്ന് അതിൽ സ്കോറിംഗ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഭയങ്കര കൈയടിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല നല്ല സിനിമകളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടു പലപ്പോഴായിട്ട്. ഭയങ്കര ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ ഇനിയിപ്പോൾ എനിക്ക് ഉണ്ടാവില്ല, മിമിക്രിയുടെ ഒരു സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലെന്ന് തീരുമാനിച്ച് ഞാൻ സീരിയലിലേക്ക് പോയി. സീരിയലെല്ലാം ഹിറ്റായിരുന്നു. കാരണം അവിടെ ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയായാലും അവിടെ ഓക്കെ ആയിരുന്നു. ഒരു നായകനെയാണ് വേണ്ടത്. അപ്പോൾ വീടുകളിൽ അത് അവിടെ ശരിക്കും ജയറാമേട്ടന്റെ ഒരു ബ്രദറായിട്ട് ഇവളായിരുന്നു നായിക.
അത് കഥ വരട്ടെ, ആ കഥ പിന്നെ ആവട്ടെ. രാജസേനൻ പ്രൊഡ്യൂസ് ചെയ്ത് തുളസിദാസ് സാറ് ഡയറക്ട് ചെയ്ത്. അതിനകത്ത് ഞാനായിരുന്നു ഹീറോ. എനിക്ക് 2 ഹീറോയിൻസ്, ഇവളും അഞ്ജിത എന്ന് പറയുന്ന 2 പേര്, 3 സിസ്റ്റേഴ്സും ഉള്ള ഒരേ ഒരു ബ്രദറിൻ്റെ കഥയായിരുന്നു. അതിനകത്ത് എൻ്റെ ഏട്ടനായിട്ട് 2 എപ്പിസോഡ് ജനമേട്ടാണ്. ജനമേട്ട് കത്തിയിരിക്കുന്ന സമയത്ത് ഉള്ളൊരു ഇതായിരുന്നു. അപ്പം അതൊരു ഭയങ്കര ഹിറ്റായിരുന്നു, 13 എപ്പിസോഡ്. അപ്പം അത് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് കൂടുതൽ അടുത്തത് അല്ലേ? അത് ബാക്കി താൻ പറയടോ. ഇനിയിപ്പോ ഞാൻ കോമായിട്ടങ്ങ് നിർത്തി ഞങ്ങള്. എവിടുന്നാ ഞാൻ തുടങ്ങണ്ടേ? അത്രയ്ക്കും പറയാനുണ്ടോ? പറഞ്ഞോ. അല്ല, അത് ആ സമയത്തൊക്കെ എന്നോട് ചോദിക്കണ്ട പറഞ്ഞു. അല്ല, ആ സമയത്ത് ഉണ്ട് എന്ന് വെച്ചാല് ഞങ്ങൾ അടുപ്പുള്ള സമയം തന്നെയാണ് സ്നേഹസമ്മാനം. ഇപ്പൊ സ്നേഹസമ്മാനം അതിന് മുന്നേ നിങ്ങൾ കണ്ടോ? കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബത്തിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അന്ന് എന്തൊരു ജാടയിരുന്നറിയോ? ജാടയല്ല, എനിക്ക് പരിചയമില്ലല്ലോ. എനിക്കറിയില്ല. അല്ല, എനിക്ക് ആ സമയത്ത് ഷാർട്ടിന് അറിയില്ല. അപ്പോൾ ഷാർട്ട് ലൊക്കേഷൻ ഒരു റെഡ് ടീഷർട്ടും ഒരു കൂളിംഗ് ഗ്ലാസും. അപ്പോൾ എല്ലാവരും പൊളിച്ചേച്ചി എല്ലാവരും ഉണ്ട് ആ ലൊക്കേഷൻ. അപ്പോൾ വന്നിട്ട് ഭയങ്കര ചാട. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാ ചോദിച്ചു. കൽപ്പന ചേച്ചി മിഞ്ചേച്ചി ചോദിച്ചു, പറഞ്ഞു മനഃപൂർവ്വമായിരിക്കണം. അപ്പം ഇങ്ങനെ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അവിടെ എന്നോട് മാത്രം വേണ്ടിയില്ല കേട്ടോ, ബാക്കി എല്ലാവരോടും വേണ്ടിയിട്ടൊക്കെ പോയി അന്ന് ലൊക്കേഷനിലെ ഷാർട്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് കോരപ്പൻ ദ ഗ്രേറ്റ് എന്നുള്ള സിനിമയായിരുന്നു. നിങ്ങൾ അതിനകത്ത് ഞങ്ങൾ എല്ലാം ഒരുമിച്ച് കാടിനകത്തായിരുന്നു ഷൂട്ട്. ഞാൻ ഇന്ദ്രൻ സേട്ടൻ, മമ്മൂക്കോയാണ് വീരപ്പനായിട്ട്, ഇന്ദ്രൻ സേട്ടൻ, ഞാൻ, നാദിർഷ, കോട്ടയനസ്, ഞങ്ങൾ 4 പേരായിരുന്നു ഹീറോസ്. അപ്പം അതിനകത്ത് ഇവള് ഹീറോയിനായിരുന്നു. കാട്ടിലാണോ പ്രണയം മുട്ടിട്ടോ? ഇല്ല, പ്രണയമൊന്നുമില്ല. അന്നിങ്ങനെ പോളി പോയിട്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സിനിമ. അത് കഴിഞ്ഞ് ഉടനെ അടുത്ത സിനിമ ഞങ്ങൾ ഒരുമിച്ച് മായാജാലം. ആരാ പറഞ്ഞ? ഷായിച്ചേട്ടൻ വന്ന് പറഞ്ഞു. അങ്ങനെയല്ല, രണ്ടുപേരും പറഞ്ഞിട്ടില്ല. ഞങ്ങള് പക്ഷെ അടുപ്പുണ്ടെന്ന് 2 പേർക്ക് അറിയാം. തമ്മിൽ ഇഷ്ടമാണെന്ന് 2 പേർക്കും അറിയാം. പക്ഷെ പറഞ്ഞിട്ടില്ല ഇഷ്ടമാണെന്ന്, ഐ ലവ് യു എന്നോ മറ്റേ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ലെറ്റർ എഴുതി. അങ്ങനെ പ്രേമലേഖനം. പക്ഷെ പ്രേമലേഖനം ലെറ്റർ ഒക്കെ എഴുതി. പക്ഷെ അതിനകത്തും എഴുതിയില്ലേ തന്നെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് പോലും? അതൊരു ദിവസം അല്ല, അത് പ്രശ്നമായത് വീട്ടിലത് ഇവളുടെ ഫോണ് പിടിച്ചു. ഫോണില് മൊത്തം ഒറ്റ നമ്പറിലേക്കുള്ള കോൾസ് എല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞപ്പോ വീട്ടിൽ ഇവളെ വെയിറ്റ് ചെയ്തിരിക്കണം ഇവളോട് ചോദിക്കാൻ വേണ്ടി. അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാനും ഇവളും ഇവളുടെ അമ്മയും കൂടെ ഒരുമിച്ച് ഒരു കാറിൽ വന്നുകൊണ്ടിരിക്കും. എറണാകുളത്തേക്ക് വരികയാണ്. അപ്പൊ വീടെത്തിയിട്ടില്ല. അപ്പൊ വരുന്ന സമയത്ത് വീട്ടിലേക്ക് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി എന്നെ പിടിച്ചിട്ടാണ് അവിടെ വീട്ടിലിരിക്കുന്നത്. അങ്ങനെ വീട്ടില് പ്രശ്നമായി. ഇവളെ എല്ലാ ഭാഗത്തും ബ്ലോക്ക് ചെയ്തപ്പോ അതാണ് നമ്മളുടെ ഒരു ഫയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾക്ക് എങ്ങനെ ഈ പറയുന്നത് എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ പ്രോഗ്രാമിന് സ്വിറ്റ്സർലൻഡ് ഞാൻ അവിടെ പോയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാം, നമുക്ക് ഞാൻ വിളിച്ച് പോരാ നമുക്ക് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എപ്പോൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാം. അതിനിടയ്ക്ക് ഞങ്ങൾ കാണണല്ലോ ഒന്നുമില്ല. അപ്പൊ ഒരു ദിവസം വീട്ടുകാരെല്ലാം വിചാരിച്ചു ഡീസന്റ് ഒരു ദിവസം റോഡിൽ ഷൂട്ടിങ്. എനിക്ക് റോഡിൽ ഇവളുടെ അച്ഛനും അമ്മയും കൂടെ കാറിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയിൽ ബ്ലോക്ക് ചെയ്തിട്ട ഷൂട്ട്. അപ്പൊ ഇവളുടെ ഗ്ലാസ്സിൽ കൂടെ ഞാൻ അവിടെ ഷൂട്ടിൽ അഭിനയിക്കും. ഞങ്ങളുടെ കാറാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്, ഷാർട്ട് മുമ്പിൽ നിന്ന് അഭിനയിച്ചോണ്ടിരിക്കുക. ഞാൻ വണ്ടിയിലുള്ളത്. ഇവര് വണ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാറിനകത്ത് ഇവളുടെ അച്ഛനും അമ്മ എല്ലാം ഉണ്ട്. അവരെല്ലാവരും ഇവിടെ നോക്കിയിരിക്കുന്നു. ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കുള്ളൂ. എനിക്ക് ഒരു ബന്ധവും ഇല്ലെന്നുള്ള രീതിയിൽ അങ്ങനെ അഭിനയിക്കോ പിടിക്കോ എന്താ ചെയ്ത. അമ്മ പക്ഷെ പതുക്കെ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. അമ്മയ്ക്കൊരു പേടി പക്ഷെ അത് വല്ലാത്തൊരു സിറ്റുവേഷൻ. കാരണം വീട്ടില് നല്ല പ്രശ്നങ്ങൾ നടക്കുന്ന സമയം. നല്ല വഴക്ക് പറഞ്ഞു വീട്ടില്. അച്ഛൻ ശരിക്കും പറഞ്ഞ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ആങ്ങളമാരാണ് എന്നോട് സംസാരിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫോൺ ബില്ല് പിടിച്ച് എൻ്റെ മുമ്പിൽ ഇങ്ങനെ എവിഡൻസ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ നുണ പറഞ്ഞില്ല. സത്യാന്ന് പറഞ്ഞു. കാരണം നുണ പറഞ്ഞാൽ നിൽക്കില്ല. അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു. 2 തല്ലും കിട്ടി തോന്നുന്നു. അന്ന് മൂത്ത ബ്രദർ അടിയും കിട്ടി തോന്നുന്നു. അങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ പിന്നെ എൻ്റെ നിന്ന് ഫോണൊക്കെ വാങ്ങിച്ചു. എൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഫോൺ മാറ്റി. അപ്പം ഞാൻ പ്രതീക്ഷ വീട്ടിലെല്ലാവരോടും സംസാരിക്കലൊന്നുമില്ല. ഞാനും വളരെ ഇതായിട്ട് സീരിയസ് ഒക്കെ ആയിട്ടായിരുന്നു. പിന്നെ
ശരിക്കും പറഞ്ഞാൽ പിന്നെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അമ്മ വരുമ്പോൾ അമ്മയോടും ഞാൻ അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ലായിരുന്നു. എന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു നീ അത് മനസ്സിലാക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ പ്രൊഫഷനാണ് മെയിൻ പ്രശ്നം. കാരണം ഷാഡിന് എൻ്റെ പ്രൊഫഷൻ നോക്കിയിട്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ. പക്ഷേ ഞാൻ പെട്ടുപോയെന്ന് വെച്ചാൽ എൻ്റെ പ്രതീക്ഷ മുഴുവൻ അച്ഛനായിരുന്നു. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അച്ഛനാണ് മുമ്പിൽ. അച്ഛൻ ശരിക്കും അച്ഛൻ്റെ പെറ്റാ ഞാൻ. പക്ഷെ അച്ഛൻ എല്ലാത്തിനും അച്ഛൻ അങ്ങനെയായിരുന്നു. അപ്പൊ എൻ്റെ പ്രതീക്ഷ എൻ്റെ അച്ഛൻ സമ്മതിക്കും, അമ്മ സമ്മതിക്കുന്നില്ല, എൻ്റെ അച്ഛൻ സമ്മതിക്കും. അച്ഛൻ എതിർത്തപ്പം എനിക്കത് ഭയങ്കര ഷോക്കായി. അച്ഛൻ എതിർത്തപ്പോ എനിക്ക് ഭയങ്കര ഷോക്കായി. അപ്പൊ എന്നിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു ഞാൻ അച്ഛനോട് സംസാരിക്കും പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പഴേ മക്കളോട് സാധിച്ചേട്ടാ ശരിക്കും ആദ്യം ലാലേട്ടനെ മിമിക്രി ചെയ്തിട്ടല്ലേ വന്നേ? അത് ഏതാ ഫസ്റ്റ് പുള്ളി ഉണ്ടായിരുന്നു സ്റ്റേജിൽ ഉള്ളപ്പോ? ഇല്ല, ഞാൻ ആദ്യം വന്നത് ഒരു സ്റ്റേജില് പാലക്കാട് ഒരു സ്റ്റേജ് ഓണാഘോഷ പരിപാടിക്ക് വേണ്ടി ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു വന്നതാണ്. അത് ഭയങ്കരമായിട്ട് ക്ലിക്കായിപ്പോയി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ ഗാനമേളക്കൊക്കെ അനൗൺസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ ഈ ഒരു ശബ്ദം എനിക്ക് ഓൾറെഡി എൻ്റെ ശബ്ദമായിട്ട് സാമ്യമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ശബ്ദമാണത്, അച്ഛൻ്റെ സെയിം വോയിസാണ്. അപ്പൊ ഇത് സാമ്യം ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അയ്യോ ഇപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാല് അല്ല നമുക്കൊരു ഞാൻ വിടാൻ ശ്രമിച്ചു കുറെ കാലം. പുള്ളി ഇപ്പൊ ആദ്യകാലത്ത് പറയുമ്പോൾ ചെറിയ വോയിസ് ചെറിയൊരു ഇതായിരുന്നു. അപ്പൊ ചെറിയ വോയിസില് ബേസ് അല്ല. അപ്പൊ അന്ന് പറയുമ്പോൾ ലോക്കലെ പഠിത്തം കഴിഞ്ഞ കഞ്ഞയ്ക്ക് വകയില്ലാതെ കണ്ട രാഷ്ട്രീയ പാർട്ടിയോടെ ഇറങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. മൈ ഫോൺ നമ്പർ ഈസ് ഇങ്ങനെയായിരുന്നു. അത് മാറിയിട്ട് പുള്ളി കോമഡിയിലൂടെ വരുമ്പോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കോമഡിയിലൂടെ വന്ന് മാറിയപ്പോൾ ഇങ്ങനെ ഒരു 15 വയസ്സിന് കുറവുണ്ട് ഒരു മലയാളി എന്നുള്ള കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് മാറി. പിന്നെ മാറിയ ശേഷം ഇപ്പോൾ വരുമ്പോൾ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം, വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ. ശരിക്കും അത് പറയുമ്പോ തന്നെ ഷായിച്ചേട്ടനില്ലേ ആ എക്സ്പ്രഷനും ആ ഒരു ഫേസിനകത്ത് അതൊക്കെ വരുന്നുണ്ട് ശരിക്കും. ഇവിടെ താൻ തിരിച്ച് അഭിനയിക്കാനൊന്നും വരുന്നില്ലേ? എനിക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചത് തനിക്കുള്ളിൽ ആഗ്രഹമില്ലേ തിരിച്ചു വരുന്ന? സത്യമായിട്ടും ആഗ്രഹമില്ല. ഇത് ഞാൻ ഉത്തരം പറയുന്നില്ല. സത്യമായിട്ട് ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് കുടുംബത്തിൽ എങ്ങനെ അല്ലേ നമ്മള് ഏട്ടൻ എന്തായാലും റോമിംഗ് ആണ്. അപ്പൊ വീട്ടിലൊരാൾ എന്തായാലും വേണം തന്നെ നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കാനും. അപ്പോൾ അതാണ് എൻ്റെ ഒരു തൃപ്തി. പിന്നെ എനിക്ക് ഡാൻസ് ക്ലാസ്, ഞാൻ ബൈ പ്രൊഫഷൻ ഇങ്ങനെ ഡാൻസ് ആയതുകൊണ്ട് തിരിച്ച് ഞാൻ അതിലേക്ക് തന്നെ പോയി. അപ്പോൾ വീട്ടിൽ തന്നെ ക്ലാസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഫീൽഡിലുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കാണലും സംസാരിക്കണം, റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ ഒന്നുമില്ല. പിന്നെ ഇതിനെക്കാട്ടിലൊക്കെ അപ്പുറം ഞങ്ങൾക്ക് പറയാനുള്ളതില്ലേ, ഞങ്ങള് കല്യാണം കഴിച്ചു കൂടെ വന്നു, പിന്നെ ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ ഇഷ്ടം ഇത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെ ചെയ്യാനാ ഇഷ്ടം, ചാന്ദിനെ സംബന്ധിച്ച് ഡാൻസാ ഇഷ്ടം, ബാക്കി നിങ്ങൾ നോക്കിക്കോളാം. അതെ, അതുകൊണ്ട് ഞാൻ പറയാം കുറേ ഒന്നും ഞാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇവിടുന്ന് ഏതെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ തപ്പിക്കൊണ്ട് വന്നാലേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഫുഡ് തരട്ടെ. തീർച്ചയായിട്ടും. അതെ, ഷായച്ചേട്ടാ കുക്ക് ചെയ്യോ? അത്യാവശ്യം കുക്ക് ചെയ്യില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ചെയ്യാറ്. അങ്ങനെ ആ ഒരു വർത്താനത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല, നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു, ഒന്നും ഒരു സാധനം അറിയില്ലായിരുന്നു ഷാഡിന്. ഇപ്പൊ നന്നായിട്ട് ചെയ്യും. ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോ കുക്ക് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ എല്ലാം ഞാൻ അത് ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അല്ല, ദുരന്തങ്ങൾ നമ്മള് കഴിയുമ്പോ ഓരോ വിഷയങ്ങൾ
ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും സംഭവങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊന്ന് പഠിക്കണം, ഒരു പാഠം പഠിക്കുന്നതാണ് അതാ ഈ ദുരന്തം ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളത് കഴിയുമ്പോ ഇപ്പൊ ഇവള് ചൊറിയണല്ലേ, ചൊറിയണം നമ്മള് കടുത്തുക എന്ന് പറയും പാലക്കാട് സൈഡില്. എവിടെ നിന്നാ എനിക്ക് ചൊറിയണം കറക്റ്റല്ലേ, ചൊറിയുന്ന ഈ ഇല വരെ കുക്ക് ചെയ്യും. എന്റെ പൊന്നു മോളെ ചൊറിയാൻ തുടങ്ങിയാണല്ലോ, കമ്പിട്ട് കുത്തിയാ പോലെ പോവുകയല്ല. ചൊറിയില്ലേ, അതായത് ഇത് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിവെള്ളത്തില് എത്ര പുരോഗമിച്ചാ അത് ഭയങ്കര മെഡിസിനാണ്. പഠിച്ചു പഠിച്ച് ഇത്രയൊക്കെ ആയോ എന്റെ മേ. ചൊറിയുടെ ആരും സൈഡിൽ കൂടെ പോലെ പോവുകയല്ല, ചൊറിയൊന്നും മേടിച്ചിട്ട്. ഭയങ്കര ടേസ്റ്റാ. ഇത് ആക്ച്വലി കഞ്ഞിവെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അപ്പൊ ഒരു കുറച്ചു നേരം തിളപ്പിച്ചാൽ തന്നെ ഇത് കംപ്ലീറ്റ് ചൊറിച്ചില് പോകും. ഇനി അഥവാ ചൊറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കാം. അല്ലാതെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളത്തിലിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഈ ഇല മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് സാധാരണ ചെറിയ ഉള്ളിയും കടുകും ഒക്കെ എല്ലാം കൂടെ ഈ സാധനം എടുത്ത്, ഈ വെന്ത സാധനം എടുത്തിട്ട് നേരെ അതിനകത്ത് ഇട്ടാൽ മതി. അരിയണ്ടേ നമ്മള് ഈ സ്പിനാച്ച് ഒക്കെ ചെയ്യുന്ന പോലെ ആദ്യം ചുമ്മാ വെള്ളത്തിട്ട് തിളപ്പിച്ച് മാറ്റുകയല്ലേ എന്ന് പറഞ്ഞാലേ കഞ്ഞിവെള്ളം ഇലയോട് കൂടി ഇട്ട് തിളപ്പിക്കണം. നമ്മള് മുറിച്ചിട്ടാട്ടത്, മുറിച്ചിട്ടിട്ട് ഇത് ആക്ച്വലി തിളപ്പിച്ച് കഴിയുമ്പോ അതിന്റെ ചൊറിച്ച് അതെല്ലാം പോകും. എന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ച ശേഷം പിന്നെ കടുക് അതിലേക്ക് ഇട്ട് ചുമ്മാ ഒന്ന് എടുത്താൽ മതി. ചോറിന്റെ മുകളിൽ ഇട്ടാൽ ഇത് കഴിച്ചിട്ടൊന്ന് പറഞ്ഞു വീട്ടിലൊന്നും ഉണ്ടാക്കി കൊടുക്കും. അവസാനം ചോറിന് കയറിയിട്ട് എന്നെ വിളിക്കുന്നു. ഇത് നോക്കി ട്രൈ ചെയ്തോളൂ. ട്രൈ ചെയ്തോളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് എന്റെ അല്ല, റെസിപ്പി ഇവിടുത്തെയാണ്. അതുകൊണ്ട് അതെ, ട്രൈ ചെയ്തിട്ട് വീട്ടിൽ കയറി ചെന്ന് കാര്യം പറയാ. ഇത് ഫെയിലിയർ, നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമായ ഫെയിലിയറാ. ഇങ്ങോട്ട് ചെറിയാൻ കറക്റ്റ്. അപ്പൊ കഞ്ഞിവെള്ളത്തിൽ ഇടാതെ തരും. അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. പൊറോട്ട ഇഷ്ടമാണെന്ന് എങ്ങനെ അറിയും? ആയിരുന്നോ? ശരി, ഞാൻ എന്നാ ചെയ്തറിയാവോ, ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഇത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നല്ലതാ. ഇതെന്ത് ചിക്കനാ അത്? അങ്ങനെ ഒന്നും ചോദിക്കരുത്. അല്ല, അതിന്റെ പേരുണ്ടാവില്ലേ? അങ്ങനെ പേര് കോഴി ചത്തു കഴിയുമ്പോഴുള്ള പല പേരുകൾ. ഈ കോഴിക്ക് പേര് കൂട്ടില്ല. അതെന്താന്നറിയോ, കടായി ചിക്കൻ ഇല്ലേ നമ്മൾ ഈ കടയിലൊക്കെ റെസ്റ്റോറന്റ് ഒക്കെ പോയി കഴിക്കുന്നേ, അതും ചിക്കൻ പെരട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ എങ്ങനെയാവും എന്നുള്ളത് പരീക്ഷിച്ചതാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി പരീക്ഷിച്ചതല്ല, ആയി പോയതാ. നാടൻ മിക്സും കടായി കൂടെ മിക്സ് ആക്കി. കടായി എല്ലാവർക്കും ഒരു പക്ഷേ ഇഷ്ടപ്പെടണമെന്ന് ഇല്ല, പക്ഷെ ഇത് മിക്സ് ചെയ്തുകൊണ്ടാണ്. കാരണം നമ്മുടെ സ്റ്റൈലിലേക്ക് ഒന്ന്, നമ്മുടെ കേരള സ്റ്റൈലിലേക്ക് ഒന്ന് വഴിതിരിച്ചു വിട്ടു. അതുകൊണ്ടാണ് തേങ്ങാക്കൊത്തും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ വഴിതിരിച്ചു വിട്ടപ്പോഴത്തേക്ക് എങ്ങനെയാവും എന്നുള്ളത് അറിയാം. ആക്ച്വലി ഇതിനകത്ത് ഗ്രേവി വേണ്ട കേട്ടോ, വേണ്ടേ? ഗ്രേവി അത് കുറച്ച് ഇങ്ങനെ കുറുകിയ പോലെ ആക്ച്വലി വേണ്ട. എനിവേ, ഷാജി ചേട്ടാ, സോ ഹാപ്പി. ഒത്തിരി നാളുകൾക്ക് ശേഷം വന്നാലും എന്റെ സെക്കൻഡ് സീസണിലാണ് വന്നത്. ചെറിയൊരു പരാതി അത് മാച്ച് കളഞ്ഞിട്ട് പരാതിയോടുകൂടി രണ്ടാമത് വന്നൊരു ഭയങ്കര സന്തോഷം. അയ്യോ, ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങള് ആക്ച്വലി ആനിയെ കാണാനും കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. സത്യം, നമ്മൾ സ്വസ്ഥമായിട്ട് സംസാരിച്ചിട്ട് എനിക്കത് ഇവിടെയാണ് നമ്മൾ ഇത്രയും മിണ്ടിയത്. ബാക്കി എല്ലായിടത്തും പോയി ഹായ് കടയിൽ പോവുക. പരിചയപ്പെട്ട നാൾ പോലെ നമ്മൾ ഇത്രയും സംസാരിച്ചു. സന്തോഷം. ചാന്ദിനി താൻ വന്നൊരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കൊറിയക്കാരെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങളെ കല്യാണം വിളിക്കാൻ മറക്കരുത്. ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. ഇതേപോലെ പുതിയ അതിഥികൾ, എന്തായാലും ഷാജി ചേട്ടൻ പുതിയ അതിഥി എന്റെ പ്രേക്ഷകർക്കാണ്. പക്ഷെ ഷാജി ചേട്ടൻ പുതിയ അതിഥി ആർക്കും അല്ല. എങ്കിലും ആനീസ് കിച്ചണിൽ ആദ്യമായിട്ട് വന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. ടിൽ ദെൻ, ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.